നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര സ്വർണ്ണവില ആദ്യമായി $3000 കടന്ന് സർവകാല റെക്കോർഡിട്ടു. ഇന്നലെ രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $2,990 ആയിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ പവന് ചരിത്രത്തിൽ ആദ്യമായി 65,000 രൂപ കടന്നു. അന്താരാഷ്ട്ര വില ഉയർന്നതോടെ സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വീണ്ടും റെക്കോർഡിടും. ലോക്സഭാ മണ്ഡല പുനർനിർണയ തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പ് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റേത് ധൃതി പിടിച്ച നീക്കമെന്നും വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും അഭിപ്രായ സമന്വയത്തിലൂടെയാകണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. കളമശ്ശേരി വിദ്യാഭ്യാസ ഹബ്ബ് ആണെന്നും ആ നിലയിൽ തന്നെ കളമശ്ശേരിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ലഹരി വിഷയത്തിൽ കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ആകാശ് റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കഞ്ചാവിൻ്റെ ഉറവിടം കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക SFI നേതൃത്വത്തെ തള്ളി SFI സംസ്ഥാന നേതൃത്വം. SFI പ്രവർത്തകനും ജാഗ്രത കുറവുണ്ടായെന്നും നടപടിയുണ്ടാകുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് പറഞ്ഞു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പിടിച്ചെടുത്ത ലഹരിയുടെ ഉറവിടം കണ്ടെത്തണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സജീവ് ആവശ്യപ്പെട്ടു. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻ MLA PV അൻവറിൻ്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന MR അജിത് കുമാറും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്ര അനുമതിക്കായി അയച്ചു. 6 പേരുടെ പട്ടികയിൽ മനോജ് എബ്രാഹവും ഉണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിനും UDFനും അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും K. സുധാകരൻ പ്രവർത്തകരോട് പറഞ്ഞു. സ്വന്തം പേരുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാൻ മാർച്ച് 31 വരെ അവസരമുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹന ഉപയോഗശൂന്യമാകുക